Once again, welcome back to KC's Classes. KC's Classes in മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com 4 സെമസ്റ്റർ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ആദ്യമായിട്ട് നടക്കാൻ പോകുന്ന പേപ്പറാണ് മാനേജ്മെന്റ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്. സോ ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SI ചോദ്യങ്ങൾ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഇതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല GST പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ദെൻ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇതൊക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഒരുപാട് പേര് വീഡിയോ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ബാക്കി പേപ്പേഴ്സിന്റെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചാനലിൽ കയറി ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ സാധിക്കുക. റെക്കോർഡുകളുള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പോൾ 2 മാർക്സിൻ്റെ ചോദ്യങ്ങളിൽ ഒരുപാട് സ്കോപ്പുള്ള ഒരു സബ്ജക്റ്റാണ്. ഇപ്പോൾ 8 ചോദ്യങ്ങൾ വരുന്നു, അതിൽ 5 എണ്ണത്തിന് ആൻസർ കൊടുക്കണം. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് കുട്ടികൾക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇപ്പോൾ പഠിക്കുമ്പോൾ ഒന്നും അങ്ങോട്ട് തല്ലിക്ക് കയറുന്നില്ല, കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പേപ്പറാണല്ലോ എന്ന് പഠിച്ചു തുടങ്ങിയപ്പോൾ കുട്ടികൾക്ക് ഉള്ള എന്താണ് ഫീഡ്ബാക്ക് സബ്ജക്റ്റിനെ പറ്റിയിട്ട്. അപ്പോൾ സബ്ജക്റ്റ് കുറച്ചൊരു ബുദ്ധിമുട്ട് തന്നെയാണ്, പ്രോബ്ലംസ് കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങളുടെ എഫേർട്ട് ഇടണം എന്തായാലും. ഓക്കെ, എന്ന് വെച്ചിട്ട് പേടിച്ചിരിക്കരുത്, നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടാൽ നിങ്ങൾക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ 2 മാർക്സിൻ്റെ ഞാൻ പറഞ്ഞു ഒരുപാട് സ്കോപ്പ് ഉണ്ട്, പല ചോദ്യങ്ങൾക്കും സ്കോപ്പ് ഉണ്ട്. എന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ, ഓപ്പറേഷൻ റിസർച്ച് എന്താണെന്നുള്ളത് എന്തായാലും നോക്കി വയ്ക്കുക, ചിലപ്പോഴാണ് വരാൻ സാധ്യത. ഓപ്പറേഷൻസ് റിസർച്ച് എന്താണെന്ന് നോക്കി വയ്ക്കുക. ദെൻ LPP ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, LPP നോക്കി വയ്ക്കണം. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം ഫീസിബിൾ സൊല്യൂഷൻ, ഫീസിബിൾ റീജിയൻ, ഫീസിബിൾ സൊല്യൂഷൻ അല്ലെങ്കിൽ റീജിയൻ എന്നാവാൻ ചോദിക്കുക, നോക്കണം. ദെൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ, ഒപ്റ്റിമൽ സൊല്യൂഷൻ ഈ കൺസെപ്റ്റുകൾ നോക്കണം. ദെൻ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നത് ഇപ്രാവശ്യം അസൈൻമെൻറ്റ് പ്രോബ്ലം എന്താണ്, നിർബന്ധമായും നോക്കാം. അസൈൻമെൻറ്റ് പ്രോബ്ലം ട്രാൻസ്പോർട്ടേഷനും നോക്കാം. കൂടുതൽ പ്രതീക്ഷിക്കുന്നത് അസൈൻമെൻ്റ് ആണെന്ന് മാത്രം കേട്ടോ. ഇനി നെക്സ്റ്റ് ഡീജനറസി ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, അതും കൂടി നോക്കിക്കോളൂ. ഡീജനറസി ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, അത് നോക്കുക. ദെൻ നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് റിഗ്രറ്റ് ടേബിൾ എന്താണ്, റിഗ്രറ്റ് ടേബിൾ നോക്കി വയ്ക്കുക കേട്ടോ. അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ പറയും ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ, ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ ചിലപ്പോൾ വരാം, എന്തായാലും നോക്കി പോവാം. ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് മിസ്സാവരുതല്ലോ. നെക്സ്റ്റ് EMV എന്താണ്, അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ് EOL എന്താണ്, ഞാൻ ഷോർട്ടായിട്ട് എഴുതണല്ലോ കേട്ടോ. എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ ഉണ്ട്, അതുപോലെ തന്നെ EMV ഉണ്ട്, അതുപോലെ തന്നെ EOL, ഇതിലേതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നു. ദെൻ നെക്സ്റ്റ് CPM എന്താണ്, CPM അല്ല CPM ക്രിട്ടിക്കൽ പാത്ത്, ചിലപ്പോൾ ക്രിട്ടിക്കൽ പാത്ത് എടുക്കാം, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് അങ്ങനെ ചോദിക്കാം. പിന്നെ ഫ്ലോട്ട് എന്താണ്, ഫ്ലോട്ട് എന്താണ്, സ്ലാക്ക് എന്താണ്, പെർട്ടും നോക്കി വയ്ക്കാം, ചിലപ്പോൾ വരാം. CPM ആണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. നെക്സ്റ്റ് ഗെയിം തിയറി എന്താണ്, അതുപോലെ തന്നെ സാഡിൽ പോയിന്റ് എന്താണ് നോക്കുക, സാഡിൽ പോയിന്റ് എന്താണ് നോക്കുക. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഡോമിനൻസ് എന്താണ്, പ്രിൻസിപ്പിൾ ഓഫ് ഡോമിനൻസ് എന്താണ്. ദെൻ മാക്സ് മിൻ മിനിമാക്സ് പ്രിൻസിപ്പിൾ, അതും കൂടി നോക്കിക്കോ. മാക്സ് മിൻ ദെൻ മിനിമാക്സ് പ്രിൻസിപ്പിൾ,
അതും നോക്കി വയ്ക്കുക. ദെൻ ഇത്രയൊക്കെയാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. നെറ്റ്വർക്ക് അനാലിസിസ് എന്താണെന്ന് ജസ്റ്റ് നോക്കാം. നെറ്റ്വർക്ക് അനാലിസിസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നിന്ന് 5 എണ്ണം എന്തായാലും കിട്ടും. 8 ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ 2 മാർക്സിൽ ആദ്യം തന്നെ ഓപ്പറേഷൻ റിസർച്ച് എന്താണെന്ന് നോക്കുക. ദെൻ LPP ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, ദെൻ ഫീസിബിൾ റീജിയൻ അല്ലെങ്കിൽ ഫീസിബിൾ സൊല്യൂഷൻ, ഒപ്റ്റിമൽ സൊല്യൂഷൻ, അസൈൻമെന്റ് പ്രോബ്ലം, ട്രാൻസ്പോർട്ടേഷൻ നോക്കാം, ഡീജനറസി ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, ദെൻ റിഗ്രറ്റ് ടേബിൾ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ, ദെൻ EMV എന്താണ്, EOL എന്താണ്, ഇതിലേതെങ്കിലും ഒരെണ്ണം, ദെൻ CPM എന്താണ്, ഫ്ലോട്ട്, സ്ലാക്ക് പെർട്ടും നോക്കി വയ്ക്കാം, ഗെയിം തിയറി എന്താണ്, സാഡിൽ പോയിന്റ് എന്താണ്, പ്രിൻസിപ്പിൾ ഓഫ് ഡോമിനൻസ് എന്താണ്, ദെൻ മാക്സ് മിൻ മിനിമാക്സ് പ്രിൻസിപ്പിൾ, നെറ്റ്വർക്ക് അനാലിസിസ്, ദെൻ ഡമ്മി ആക്ടിവിറ്റി അതും കൂടി നോക്കിക്കോ, ഡമ്മി ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 2 മാർക്സിന് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.